നമസ്കാരം, ഞാൻ ഷോണിമ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. മുഹറക് മലയാളി സമാജം വിഷു, ഈദ്, ഈസ്റ്റർ ആഘോഷ ഭാഗമായി നടത്തുന്ന മൈലാഞ്ചി മൊഞ്ച് സീസൺ 4 മെഹന്തി മത്സരം ഏപ്രിൽ 25 വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് മുഹറക് സയ്യാനി ഹാളിൽ സംഘടിപ്പിക്കും. MMS വനിതാവേദി നേതൃത്വത്തിൽ എല്ലാ വർഷവും നടത്തിവരുന്ന മത്സരമാണ് ഇത്. മത്സരത്തിൽ പങ്കെടുക്കാനും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ വിവരങ്ങൾക്കും 38737381 അല്ലെങ്കിൽ 36565886 അല്ലെങ്കിൽ 39382484 എന്നീ നമ്പറുകളിൽ വിളിക്കണമെന്ന് വനിതാവേദി കൺവീനർ ഷൈനി മുജീബ്, ജോയിന്റ് കൺവീനർമാരായ സൌമ്യ ശ്രീകുമാർ, ഷീന നൌസൽ എന്നിവർ അറിയിച്ചു. ബഹ്റൈൻ ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റി ഈ വർഷത്തെ വിഷു പൊൻകണി 2025 എന്ന പേരിൽ വിപുലമായി ആഘോഷിച്ചു. ഏപ്രിൽ 14, 17, 18 ദിവസങ്ങളിലായി നടന്ന പരിപാടിയിൽ ആദ്യ ദിവസം വിഷുദിനത്തിൽ രാവിലെ മുതൽ വിഷുക്കണി ദർശനവും വിഷുക്കൈനീട്ടവും ഒരുക്കിയിരുന്നു. 17-ാം തീയതി വ്യാഴാഴ്ച SNCS അംഗങ്ങളും കുട്ടികളും അവതരിപ്പിച്ച കലാപരിപാടികൾ SNCS സിൽവർ ജൂബിലി ഹാളിൽ നടന്നു. ചടങ്ങിൽ ആക്ടിംഗ് ചെയർമാൻ പ്രകാശ് KP, ജനറൽ സെക്രട്ടറി ശ്രീകാന്ത് MS, കൾച്ചറൽ സെക്രട്ടറി അമ്പിളി ശ്രീധരൻ, കൺവീനർ സൌമ്യ സുനീഷ്, ജോയിന്റ് കൺവീനർ സുജി അജിത്, ലേഡീസ് ഫോറം കൺവീനർ സംഗീത ഗോകുൽ, വിഷുസദ്യയ്ക്ക് നേതൃത്വം നൽകിയ പ്രസാദ് വാസു, അരുൺ ഭാസ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി ഷൈൻസി ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി. വിഷ്ണു ദേവദാസും അഞ്ജന രാജേഷും പരിപാടിയുടെ മുഖ്യ അവതാരകരായി പങ്കെടുത്തു. 3-ാം ദിവസമായ 18-ാം തീയതി വെള്ളിയാഴ്ച SNCS ഏരിയ യൂണിറ്റുകൾ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്തി SNCS സിൽവർ ജൂബിലി ഹാളിൽ വിഭവസമൃദ്ധവും സ്വാദിഷ്ടവുമായ വിഷുസദ്യയും ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. ബഹ്റിനിലെ ഇന്ത്യൻ പാസ്പോർട്ട് വിസ സർവീസ് ഔട്ട്സോഴ്സിംഗ് സെന്ററിന്റെ പുതിയ ഏജൻസിയുടെ പേര് വിവരം ഇന്ത്യൻ എംബസി പുറത്തുവിട്ടു. ബഹ്റിൻ ആസ്ഥാനമായിട്ടുള്ള യൂസഫ് ബിൻ അഹമ്മദ് കാനു WLL എന്ന സ്ഥാപനത്തിനാണ് കരാറ് ലഭിച്ചിരിക്കുന്നത്. അടുത്ത 3 വർഷമായിരിക്കും ഇവയുടെ കാലാവധി. ഇപ്പോൾ പാസ്പോർട്ട്, ഇന്ത്യൻ വിസ, ചില അറ്റസ്റ്റേഷൻ സർവീസുകൾ എന്നിവ മാത്രമേ ഏജൻസി സേവനങ്ങൾ നൽകുന്നുള്ളൂ. ഇനി മുതൽ എല്ലാ അറ്റസ്റ്റേഷൻ സേവനങ്ങളും പുതിയ ഏജൻസിയിൽ നിന്നും ലഭ്യമാകും. ഒരേ സ്ഥലത്ത് തന്നെ എല്ലാ സേവനങ്ങളും ലഭ്യമാവുകയും എംബസിയിൽ നിന്നും ലഭിക്കുന്നതുപോലെ അതേ ദിവസം തന്നെ അറ്റസ്റ്റേഷൻ സേവനങ്ങൾ ഏജൻസിയിൽ നിന്നും തിരികെ ലഭിക്കുന്നതുമായിരിക്കും. എംബസി ഓഫീസർ സെന്ററിൽ വന്ന് രേഖകൾ പരിശോധിച്ച് ഉടൻ തന്നെ രേഖകൾ അപേക്ഷകർക്ക് തിരികെ നൽകുകയും ചെയ്യും. പുതിയ RFP പ്രകാരം പാസ്പോർട്ട് പുതുക്കുന്നവർക്ക് ഭാവിയിൽ ബയോമെട്രിക് സ്കാനിംഗും ഉണ്ടായിരിക്കും. ഫീസുകൾ പ്രത്യേകം ചാർജ് ചെയ്യാൻ ഇടയില്ലെന്നും അധികൃതർ അറിയിച്ചു. BMC ന്യൂസിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ ഫ്രാൻസിസ് മാർപ്പാപ്പ വിടവാങ്ങി. വത്തിക്കാനിലെ വസതിയിൽ പ്രാദേശിക സമയം
ഇന്ന് പുലർച്ചെ 7:35 അന്ത്യം. 88 വയസ്സായിരുന്നു. 11 വർഷം ആഗോള സഭയെ നയിച്ച പിതാവാണ് വിടവാങ്ങിയത്. മാർപ്പാപ്പയുടെ വിയോഗത്തിൽ അനുശോചന പ്രവാഹമാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കത്തോലിക്ക സഭയുടെ 266ാമത്തെ മാർപ്പാപ്പയായിരുന്നു. ഇന്ത്യൻ യാത്ര എന്ന ആഗ്രഹം സഫലമാകാതെയാണ് മാർപ്പാപ്പയുടെ വിയോഗം. അടുത്ത വർഷം ഇന്ത്യ സന്ദർശിക്കാനുള്ള ആഗ്രഹം മാർപ്പാപ്പ പ്രകടിപ്പിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് 3 ദിവസത്തെ സന്ദർശനത്തിനായി ദില്ലിയിലെത്തി. ഇന്ന് രാവിലെ 10 മണിക്ക് ദില്ലിയിലെത്തിയ ജെ ഡി വാൻസിനെ സ്വീകരിച്ചു. ദില്ലി വിമാനത്താവളത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ നേതൃത്വത്തിലാണ് സ്വീകരണം നടത്തിയത്. നൃത്തവും പരേഡും അടക്കം വിമാനത്താവളത്തിൽ ഗംഭീര സ്വീകരണമാണ് നൽകിയത്. ഇന്ത്യൻ വംശജയായ ഭാര്യ ഉഷ വാൻസ്, മക്കളായ ഇവാൻ, വിവേക്, മിരാബൽ എന്നിവർക്കൊപ്പം എത്തിയ വാൻസിന് പ്രധാനമന്ത്രി ഇന്ന് അത്താഴ വിരുന്നും നൽകും. ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും ഇടയിലെ വ്യാപാര കരാർ പ്രധാന ചർച്ചയാകാനാണ് സാധ്യത. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ യുദ്ധത്തിനിടെയാണ് വൈസ് പ്രസിഡന്റിന്റെ നിർണായക സന്ദർശനം. ഒണേറിയം വർദ്ധിപ്പിക്കണമെന്നും വിരമിക്കൽ ആനുകൂല്യമായി ഒരു തുക പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിന്റെ സമരം 4ാം ഘട്ടത്തിലേക്ക്. സെക്രട്ടേറിയറ്റിന് മുൻപിലെ രാപ്പകൽ അതിജീവന സമരത്തോടൊപ്പം സമരം സംസ്ഥാനമൊട്ടാകെ വ്യാപിപ്പിക്കുന്ന വിധത്തിൽ ആശാമാരുടെ രാപ്പകൽ സമരയാത്ര ആരംഭിക്കും. മെയ് 5 മുതൽ കാസർഗോഡ് നിന്നും ആരംഭിച്ച് ജൂൺ 17 തിരുവനന്തപുരത്ത് യാത്ര സമാപിക്കും. 2-3 ദിവസങ്ങൾ ഓരോ ജില്ലകളിലും സഞ്ചരിക്കുന്ന ഈ സമരയാത്ര രാത്രികളിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിലെ രാപ്പകൽ സമരത്തിന് സമാനമായി തെരുവുകളിൽ തന്നെ അന്തിയുറങ്ങും. യാത്രയെ KAHWA ജനറൽ സെക്രട്ടറി MA ബിന്ദു ആയിരിക്കും നയിക്കുക. ലോക തൊഴിലാളി ദിനത്തിൽ യാത്ര സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങൾക്ക് കാസർഗോഡ് തുടക്കമായി. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ കാലിക്കറ്റ് മിനി സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷണിക്കപ്പെട്ട 500 പേരുമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും സംവദിച്ചു. പ്രതിപക്ഷം ചടങ്ങ് ബഹിഷ്കരിച്ചു. കാസർഗോഡ് നിന്ന് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കാമെന്ന് തീരുമാനിച്ചതിന് ഒട്ടേറെ കാരണങ്ങളുണ്ടെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പിണറായി വിജയൻ പറഞ്ഞു. ദേശീയപാത വികസനമടക്കം സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗം നടത്തിയത്. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.